കമലഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ആഗ്രഹം ഇതിന്റെ തേർഡ് കാരണമാണ്. കാരണം അങ്ങനെ മോശമാകാൻ വഴിയില്ലല്ലോ. കാരണം 3 പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹിറ്റ് ആകണം, എങ്കിലല്ലേ 3 പോകാൻ പറ്റത്തുള്ളൂ. പ്രതീക്ഷ ഇല്ലാണ്ട് വന്നേക്കോ, പടം നന്നായാൽ മതി. ഇന്ത്യൻ 3 വരുന്നുണ്ടോ അറിയാം. ഇന്ത്യൻ 2 ഈ സിനിമയുടെ അതാണ് ആകെയുള്ളൊരു പ്രതീക്ഷ. ശങ്കറിന്റെ പടം അല്ലേ, അതുകൊണ്ട് ഇന്ത്യൻ 3 എന്നൊരു സിനിമ ഉള്ളതുകൊണ്ട് ഇത് നിരാശപ്പെടുത്തത്തില്ല. ഒരു ഹോപ്പ് വെച്ചിട്ട് അവസാനിക്കത്തുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് വന്നത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കണ്ടിരുന്ന കമലഹാസൻ ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു പണ്ട് മുതലേ, ഇന്ത്യൻ 1. അപ്പം അതിൻ്റെ ഒരു പ്രതീക്ഷയും ഇതൊക്കെ കൊണ്ടാണ് രാവിലെ തന്നെ കാണാമെന്ന് വെച്ചത്. ശരിക്കും നിരാശപ്പെടുത്തില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശരിക്കും ഒരു നല്ല സിനിമയാകട്ടെ എന്ന് ആശംസിക്കും. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ 2 വരുമ്പോഴത്തേക്കിനും ആ ഒരു ഡിഫറൻസ്, ഒരു താത്തയുടെ ഒരു ഡിഫറൻസ് ഒക്കെ ട്രെയിലർ കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ശരിക്കും നല്ല രീതിയിൽ തന്നെ തോന്നി. അതുകൊണ്ട് തന്നെയാണ് രാവിലെ എത്തിയതും. നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്ത്യൻ 3യുടെ കാര്യം അറിയില്ല, ഇനി എങ്ങനെയാണെന്ന് നമുക്കത് കാത്തിരിക്കാം. അത് കമൽഹാസൻ തന്നെ. കമൽഹാസൻ ശങ്കർ ഉണ്ട്, എന്നാലും ശങ്കർ എന്ന് പറയുന്ന സംവിധായകനെ നമ്മൾ കരുതുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ കമൽഹാസനോടുള്ളൊരു താല്പര്യം കൊണ്ട് തന്നെയാണ് പടത്തിൽ വന്നത്. ട്രെയിലർ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൽ ഈ ഇപ്പം നമുക്കെന്തോ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ട്രെയിലർ വന്നിരിക്കുന്നത്. ഇതിൽ പല അഭ്യൂഹങ്ങളും വന്നിട്ടുണ്ട്. ഇത് ചന്ദുർ കമൽഹാസനാണോ, കമൽഹാസൻ്റെ മകനാണോ, അങ്ങനെ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു സംശയം ഇട്ടുകൊണ്ടാണ് ഈ ട്രെയിലർ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്കും തോന്നുന്നത്. ഇനി വേറെ ആരെങ്കിലും ഇതിലുണ്ടോ, യഥാർത്ഥ താത്ത തന്നെയാണോ? ഏജ് ഡിഫറൻസ് അത് ഇങ്ങനെ പറയുന്ന കേട്ട് ഇപ്പം 106 വയസ്സുള്ള ആളിങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കേട്ടായിരുന്നു. അതിന് ശങ്കർ കറക്റ്റായിട്ടുള്ളൊരു ബദലും പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അങ്ങനെ ആയിരിക്കണം. 100% കമൽഹാസൻ. ശങ്കർ മൂവി ആണെങ്കിലും നമ്മൾ കമൽഹാസൻ്റെ ആളാണ്, അതുകൊണ്ട് തന്നെ കമൽഹാസൻ തന്നെ ഈ പടം കാണാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലെ ഫൈറ്റ് സീൻസ് ഒക്കെ പുള്ളി ചെയ്തിരിക്കുന്നത് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ ചേട്ടനത് എന്ത് തോന്നുന്നു? ഫൈറ്റ് സീൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ വിശ്വരൂപത്തിൽ ഒരു ഒറ്റ ഫൈറ്റ് സീൻ കണ്ടാൽ മതിയല്ലോ പുള്ളി ചെയ്യുമെന്നുള്ളത്. അതും ഈ പ്രായത്തിൽ തന്നെ ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ അതിനകത്ത് നമ്മൾ ഫൈറ്റ് സീനിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കമൽ അതൊക്കെ മുകളിൽ ചെയ്യും. കമൽഹാസൻ്റെ നല്ലൊരു പടം, അതും ഇന്ത്യൻ ഫസ്റ്റിന് ശേഷം ഇന്ത്യൻ 2 ഇറങ്ങിയതുകൊണ്ട് രാവിലെ തന്നെ കാണാമെന്നാണ്. ഇല്ല, അറിയത്തില്ല. ഇത് കണ്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ത്യൻ 3 ആണോ? ഉറപ്പുണ്ടാകും, മോശമാവത്തില്ല എന്തായാലും. ഏജ് ഡിഫറൻസ് കമൽഹാസൻ അങ്ങനെ ഏജ് ഡിഫറൻസിൻ്റെ വ്യത്യാസമൊന്നും വരില്ല. നമ്മുടെ മോഹൻലാലിനെ പോലെ തന്നെ പ്രായത്തെ വെല്ലി അഭിനയിക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ നെടുമുടി വേണുവിൻ്റെ സിസ്റ്റത്തിൽ വീണ്ടും അവനെ അഭിനയിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അവരൊക്കെ വീണ്ടും തിരിച്ചു വരുന്നുണ്ടല്ലോ, അതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത്. ഉണ്ട്, പ്രതീക്ഷയുണ്ട്. അറിയത്തില്ല, കണ്ടിട്ട് പറയാം. ഭയങ്കര വലിയ പ്രതീക്ഷയൊന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ മ്യൂസിക്കൊക്കെ എന്താവും അറിയില്ല. അനിരുദ്ധിന്റെ ടിപ്പിക്കൽ ഒരു മ്യൂസിക് ലൈനാണ് കാണുന്നത്. ആദ്യം തന്നെ അറിയാന്ന് വിചാരിച്ചു. പ്രതീക്ഷ കുഴപ്പമില്ല. ശങ്കരാകരണം കുഴപ്പമില്ല. ശങ്കർ ട്രെയിലർ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര നാളത്തെ ഒരു 10-28 വർഷത്തിന് ശേഷം വരുന്ന സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നാളും വെയിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്നൊരു ആഗ്രഹം, അതിനുവേണ്ടി വന്നതാണ്. പിന്നെ കമൽഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ആഗ്രഹം ഇതിൻ്റെ തേർഡ് കാരണമാണ്. തേർഡ് പാർട്ടും വരുന്നുണ്ടെന്നാണ്. അപ്പം സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂഷനും എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, അത് തന്നെ.